മൂങ്ക ചെക്കോട്ടായിൽ ബോർഡർ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്തേക്കുന്ന സാരീസിൻ്റെ പുതിയ ഡിസൈനിലുള്ള വർക്കൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പം അതിൻ്റെ ഷെയ്ഡ്സ് ഒന്ന് കാണിക്കാം. ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഡാർക്ക് പീച്ച് ഷെയ്ഡാണ്. ബോർഡർ ക്രോസ് സ്റ്റിച്ച് കമ്പ്യൂട്ടർ എംബ്രോയിഡറി വരുന്നു. അതും പീച്ചും ഡാർക്ക് പീച്ച്, ഗ്രീൻ്റെ തന്നെ ലൈറ്റും ഡാർക്കും ഗ്രീനും ഒക്കെ ഇട്ട് ഉള്ള ത്രെഡ് ഇട്ട് ബോർഡറിൽ കൂടെ രണ്ട് സൈഡും ഫുൾ ബോർഡറായിട്ട് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ചെയ്തേക്കുകയാണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് വരുന്നു. ബ്ലൗസ് പീസ് വരുമ്പോഴും സെയിം കളർ തന്നെ വന്നിട്ട് ബോർഡറിൽ ഈ സെയിം വർക്ക് തന്നെ സ്ലീവ്സിൻ്റെ ബോർഡറായിട്ടും കൊടുത്തേക്കുന്നത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. 1 മീറ്റർ വരുന്ന ബ്ലൗസ് പീസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സാരി ബോഡി ഇതുണ്ട് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡർ ക്രോസ് സ്റ്റിച്ച് വർക്കും. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ഈ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡ്, അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു മജന്ത അല്ലെങ്കിൽ റാണി പിങ്ക് ആ ഒരു ഷെയ്ഡിലോട്ട് വരുന്നു. ഡാർക്കായിട്ട് നിൽക്കുന്ന നല്ല അതിൻ്റെ ബോർഡറിൽ ഗ്രീനും ആ ഒരു പിങ്കും പീച്ചും കൂടെ ചേർന്ന് വരുന്ന ഷെയ്ഡിലാണ് ആ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി പോയേക്കുന്നത്. ഒരേപോലെ സിമ്പിളായിട്ടുള്ള വീതിയിലേ ഉള്ളൂ. നോർമൽ നമ്മൾ ബോർഡർ സാരിയുടെ ആ ഒരു ചെറിയ ബോർഡറായിട്ടാണ് വർക്ക് പോയേക്കുന്നത്. ഫുള്ളായിട്ട് ബോർഡർ വരുന്നു. പല്ലു പോർഷനിലും ചുറ്റും ഒരുപോലായിട്ട് പോയേക്കുന്നു. ബ്ലൗസ് പീസ് മടക്കി വെച്ചിട്ടുണ്ട്. 1 മീറ്റർ തന്നെ. സ്ലീവ്സിൻ്റെ ബോർഡറിൽ സെയിം പാറ്റേണിൽ തന്നെ വർക്ക്. ഈ ഒരു ഷെയ്ഡ്. അടുത്ത ഷെയ്ഡ് വരുമ്പോഴത്തേക്കിന് ഗ്രേ ഷെയ്ഡ്, ഇങ്ങനെ ഗ്രേ, അതിൽ പീച്ച് ഗ്രീൻ കോമ്പിനേഷനിൽ വർക്ക്. സെയിം തന്നെ വർക്കാണ് എല്ലാത്തിനും പോയേക്കുന്നത്. ബ്ലൗസ് പീസും സെയിം തന്നെ. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. ആ ലൈറ്റ് ഗ്രീനിൽ പീച്ച് ഷെയ്ഡ് വരുമ്പോഴത്തേക്കിന് ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് പോയേക്കുന്നു. ഇനി 5 ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇനി ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്. നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ്. അതിൽ പീച്ചും ഡാർക്ക് പീച്ചും കൂടെ ഉള്ള ഗ്രീനും ഒക്കെ ഇട്ട് വർക്ക്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് ആണ് ഈ സാരിയുടെ വന്നേക്കുന്നത്. ഇതിലേതെങ്കിലും ഷെയ്ഡ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.